രേഷേട്ടാ, തിയേറ്ററിൽ ഫസ്റ്റ് കണ്ട സിനിമ ഏതാ? അമ്മ ഇങ്ങനെ പണ്ട് പറഞ്ഞൊരു ഓർമ്മ ഉണ്ടായിരുന്നു, ചെറുപ്പത്തിൽ എന്നെ കൊണ്ടുപോയ ഒരു സിനിമയെക്കുറിച്ചിട്ട്. അത് എനിക്ക് ഓർമ്മയില്ല, അത് ഏതാണ് സിനിമ, പേര് ആദ്യകാലങ്ങളിലൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ തിരക്കിലായതുകൊണ്ട് വിട്ടുപോയതായിരിക്കും. പക്ഷേ ഞാൻ കോഴിക്കോട് ടൗണിലാണ് ജനിച്ച് വളർന്നത്. ചാലപ്പുറത്തായിരുന്നു ഞങ്ങൾ. എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് എനിക്ക് എല്ലാ തിയേറ്ററുകളിലേക്കും നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നു. കോഴിക്കോട് സംഘം, ഡേവിസൺ, പുഷ്പ, അപ്സര, രാധ, അങ്ങനെ തുടങ്ങി ഞങ്ങൾ എല്ലാ തിയേറ്ററിലും നടന്നു പോകാനുള്ള ദൂരം, കോഴിക്കോട് ടൗൺ ഹാളിലേക്ക് നടന്നു പോകാനുള്ള ദൂരം. അതുകൊണ്ട് ചെറുപ്പം മുതലേ നാടകം, വലിയ വലിയ മനുഷ്യരുടെ നാടകങ്ങളും വലിയ ഈ പറഞ്ഞ സിനിമകൾ മുഴുവൻ കാണുന്ന ആളായിരുന്നു ഞാൻ. അതുകൊണ്ട് ഈ ഒരു പ്രത്യേക സിനിമയുടെ പേര് ആദ്യം കണ്ടത് എന്ന് ഓർത്ത് പറയാറില്ലെങ്കിലും ആ കാലത്തെ സിനിമയുടെ എൻ്റെ ഓർമ്മ വെച്ച ഒരു, അതിപ്പോൾ നമ്മൾ ഓർമ്മ എന്ന് പറയുമ്പോൾ ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് മുതലൊക്കെ ഉള്ളൊരു ഓർമ്മയാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പം ഞങ്ങൾ, എൻ്റെ ഒരു കസിനുണ്ട് സതീഷ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അധികം സിനിമയ്ക്ക് പോവുക. അപ്പോൾ എല്ലാ ആഴ്ചകളിലും 1 രൂപയ്ക്ക് മതി, 75 പൈസ 1 രൂപയ്ക്കാണെന്ന് നമുക്ക് ഏറ്റവും മുന്നിലിരുന്ന് സിനിമ കാണാൻ. അപ്പോൾ ആ 1 രൂപ കിട്ടാൻ തന്നെ വലിയ പാടാണ്. പക്ഷെ അത് എങ്ങനെയെങ്കിലുമൊക്കെ അച്ഛനോടും അമ്മേനോടൊക്കെ ഒപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുമ്പോൾ അത് കൂടുതൽ കാണുക അന്നത്തെ രസമുള്ള ഈ കണ്ണപ്പനുണ്ണി, തച്ചോളിയമ്പ്, അങ്ങനെയൊക്കെയുള്ള വടക്കൻ പാട്ടുകളുടെ സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചോദിച്ചു, ഈ ചെറിയ 1 രൂപയുടെയൊക്കെ ക്യൂ ഇങ്ങനെ കൗണ്ടർ ഇങ്ങനെ വളരെ ഇതായിട്ടുള്ളൊരു ഇടുങ്ങിയ ഇതായിരിക്കും, ഇടവഴി പോലെയുള്ളൊരു സാധനമാണ്. അപ്പം അതിൻ്റെ മുന്നിൽ പോയി നിൽക്കും. അതായത് 10 മണിക്കാണ് ഷോ എങ്കിൽ 8 മണിക്കൊക്കെ അത് തുറക്കണ സമയത്ത് തന്നെ ഓടിപ്പോയിട്ട് ആ കൗണ്ടറിൻ്റെ അങ്ങ് എത്തില്ല, കൗണ്ടറിൻ്റെ മുകളിലാണ്. അപ്പോൾ അത്ര ചെറുതാണ്, ഇങ്ങനെ പോയി നിൽക്കും. അപ്പോൾ സമയം പോക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾ 1 മിനിറ്റ് വരെ എണ്ണും, 60 വരെ ഒരാൾ എണ്ണും, മറ്റേ ആൾ 60 വരെ എണ്ണും. അങ്ങനെയാണ് ഈ 2 മണിക്കൂർ തള്ളുക. അതിൻ്റെ ഇടയിൽ പിന്നീടുള്ള ആൾക്കാർ ഇങ്ങനെ നിറഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ചിലവർ എന്ത് ചെയ്യും, ഈ ചെറിയ സാധനങ്ങളല്ലേ ഇവിടെ വാളാറങ്ങി എടുത്തിട്ട് അതിലൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, അതിൽ കൂടെ പുറത്തേക്കിട്ട് അന്ന് പേടിപ്പിക്കും. അപ്പോൾ ചിലവർ പേടിപ്പിക്കാൻ നോക്കുകയാണ്, ചിലവർ ശരിക്കും ഇട്ടും ചെയ്യും, പുറത്തേക്ക് എടുത്തിട്ടും ചെയ്യും. അതിലെ ആളുകൾ ചാടി കയറും. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ്, ഭയങ്കര രസമായിരുന്നു. എന്നിട്ട് അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലിങ്ങളുടെ എത്തിക്കഴിഞ്ഞാൽ എന്തോരു ഒരു ലോകം കീഴടക്കിയ ഒരു സന്തോഷം. അതിൻ്റെ അവിടെ പോയിട്ട് ഇരുന്നിട്ടത് ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിലാണ് ശരിക്കും ലാസ്റ്റിലേക്ക് നമ്മൾ തലവേദനയ്ക്കൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് അതിങ്ങനെ പിന്നെ വീട്ടിലെത്തുന്ന വരെ അതിൻ്റെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേ ആ കാലഘട്ടത്തിൽ പ്രേം നസീർ സാറിൻ്റെ ഭയങ്കര ആരാധകരായിരുന്നു നമ്മളൊക്കെ. ഞാനും എൻ്റെ അമ്മയും പ്രേം നസീർ സാറിൻ്റെ ആരാധകരായിരുന്നു. എൻ്റെ വീട്ടിൽ അച്ഛാധികം സിനിമ കാണുകയില്ലേ, എപ്പോഴെങ്കിലും ഒരു സിനിമ കൊല്ലത്തിലൊരിക്കലൊക്കെ കണ്ടാലേ ഉള്ളൂ. അമ്മയും ഞങ്ങൾ എൻ്റെ ഏട്ടനും ഒരു ചേച്ചിയുണ്ട് എനിക്ക്. ഞങ്ങൾ 3 ആളും സിനിമേൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഈ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഏട്ടനും ചേച്ചിയൊക്കെ മെല്ലെ സോമൻ, സുകുമാരൻ ആ ലെവലിലേക്ക് മാറാൻ തുടങ്ങി. ഒരു കുറച്ച് വലിയ ആൾക്കാരെ, വലിയ ബുദ്ധിജീവികളായിട്ട് അങ്ങോട്ട് മാറാൻ തുടങ്ങി. ഞാനും അമ്മയും പ്രേം നസീറിനെ ഞങ്ങൾക്ക്. അപ്പോൾ പക്ഷേ പ്രേം നസീർ സാറിനാണെങ്കിൽ സിനിമകൾ ഇങ്ങനെ കുറഞ്ഞു. അപ്പം ഞങ്ങൾ കിട്ടിയ ആളാണ് മമ്മൂട്ടി വന്നപ്പോൾ പിന്നെ ഞങ്ങൾ നല്ല മമ്മൂക്കയിലേക്കിട്ട് കയറി. അങ്ങനെ അങ്ങനെയൊക്കെ ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ കച്ചറയൊക്കെ ഉണ്ടാക്കി അടിയും. ഒരു സിനിമ സ്റ്റിൽ ഇങ്ങനെ എന്താ പറയുക മൈൻഡിൽ കിടക്കുകയാണ്, ഫസ്റ്റ് കണ്ട അതേതായിരിക്കും അങ്ങനെ സിനിമ? അതായത് ഈ ചെറുപ്പം മുതലേ ഞാൻ കാണുന്നു പറയാപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വടക്കൻ പാട്ടുകളുടെ ഇത് പറഞ്ഞില്ലേ, അന്ന് ആ കാലഘട്ടത്തിൽ അതിനോടൊന്ന് ഭയങ്കര താല്പര്യം. അവിടുന്ന് പിന്നെ അതിങ്ങനെ മാറി മറിഞ്ഞിങ്ങനെ ഈ ആളുകളിൽ നിന്നുള്ള ഇഷ്ടത്തെക്കാട്ടും സിനിമയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങി. വലിയ വലിയ സിനിമകൾ കാണാൻ തുടങ്ങി. അപ്പോൾ ഈ പഴയ ചില നമ്മൾ കാണാതെ പോയ ചില സിനിമകളൊക്കെ ഈ ന്യൂൺ ഷോന് റിലീസാവും 12 മണിക്ക്. അപ്പം നമ്മൾ ജനിക്കുന്നതിന് മുന്നേ റിലീസായ സിനിമകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ റിലീസാവും എങ്ങനെയാ വെച്ചാൽ ഈ 12 മണി ഷോ ആയിട്ട് 2ാമത് വരും. അങ്ങനെയുള്ള സമയത്ത് അതിനെപ്പറ്റി കേട്ടുള്ള അറിവും ഈ നാന പോലുള്ള ചിത്രഭൂമിയുള്ള പുസ്തകങ്ങളൊക്കെ ഫിലിം മാഗസിൻ അത് ഭയങ്കര നല്ല രസമുള്ള കലാകൗമുദിയുടെ പുസ്തകമായിരുന്നു ഫിലിം മാഗസിൻ. അത് ഈ പറഞ്ഞ വെറും ഗോസിപ്പല്ല കേട്ടോ, അതിൽ ഭയങ്കര ലേഖനങ്ങളും കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ടുള്ള, അങ്ങനെ സീരിയസ് ആയിട്ട് കൂടി സിനിമയെ കാണാൻ കുറച്ചും കൂടി ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളും കൂടെ നമ്മളിങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെ ആ ഒരു റേഞ്ച് ഇങ്ങനെ മാറ്റി തുടങ്ങി, ഇങ്ങനെ സിനിമയെ കൂടുതൽ സീരിയസ് ആയി സമീപിക്കാനൊക്കെ. സ്വന്തം പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ധാരാളം. അതായത് സ്വന്തം പൈസ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രീ ഡിഗ്രി കാലത്ത് തന്നെ ചെറിയ ജോലിക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഡോക്ടർ വീട്ടിൽ ടോക്കൺ കൊടുക്കലായിരുന്നു. അവരുടെ രോഗികൾ കൊണ്ട് കണ്ടമാനമുള്ളൊരു ഡോക്ടറായിരുന്നു. അപ്പം എനിക്ക് രാവിലത്തെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതിന് ഉച്ചയ്ക്ക് ഈ ഡോക്ടർ വരുമ്പോൾ അവിടെ ഇരിക്കുകയായിരുന്നു. 5 രൂപയാണ് ഒരു ദിവസം തരിക അയാൾ. അപ്പോൾ ആഴ്ചയിൽ 35 റുപ്യ കിട്ടും.
അപ്പോൾ അത് ഞാൻ സിനിമ കാണും, വീട്ടിൽ കൊടുക്കും. അത് കൂടാതെ സിനിമ ധാരാളം, അതൊക്കെ കുറിച്ച് കാണാൻ സിനിമ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ വേറെയും കുറേ ജോലികളൊക്കെ ചെയ്യുന്ന അതിനൊക്കെ ഒരുപാട്, പിന്നെ സിനിമകൾ കാണാൻ. താങ്ക് യു.